ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രൊമോ ഇന്ന് മഴതോറും മുമ്പേ ഇടാനായിട്ട് ഒരു ഇച്ചിരി വൈകി പോയിട്ടോ, കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അധികം ദീർഘിപ്പിക്കാണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് അടിക്കാനും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോ നാളെ കാണിക്കുന്ന ഒരു പ്രൊമോയിൽ പറയുന്നത് നമ്മുടെ വൈജയന്തിയുടെ മുന്നില് മക്കള് 3 പേരും എത്രത്തോളം താഴ്ന്ന് ഒരമ്മയോട് ചോദിക്കാൻ പറ്റും ആ രീതിയിൽ ചോദിക്കാന്. കൈതക്കൽ വീട്ടിൽ നിന്നും അമ്മ ഞങ്ങളോടൊപ്പം നെടുമ്പുരക്കൽ വീട്ടിലോട്ട് വരണം എന്നുള്ളത്. പക്ഷെ വൈജയന്തിയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും. വൈജയന്തി പറഞ്ഞാൽ പറഞ്ഞതാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ആ വീട്ടിൽ കാല് കുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലീന എന്ന് പറയുന്ന ആ പിശാജ് ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഈ ഒരു തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മേ ഇത്രയും കടുംപിടുത്ത അമ്മ പിടിക്കരുത്. ബബിതയ്ക്ക് കോളേജിൽ പോകണം, കൃഷ്ണമോക്ക് സ്കൂളിൽ പോകണം. ഒരു മാസം കൂടെ കഴിഞ്ഞാല് എനിക്ക് കോളേജിൽ പോയി തുടങ്ങണം. നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മയും കൂടെ വേണ്ടേ നമ്മുടെ വീട്ടില്? അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ വേണം. അച്ഛനും അമ്മയും ഒരുമിച്ച് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അലീന എന്ന് പറയുന്നവൾ ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാലുകുത്തില്ല. അതിനു വേണ്ടി നിങ്ങൾ 3 പേര് ഇവിടെ നിൽക്കണ്ട. അലീന പറ്റുന്നിടത്തോളം താന്ന് തന്നെ പറഞ്ഞു, മേഡം ഞാൻ ഒരു 3-4 ദിവസം കഴിയുമ്പോ ഞാൻ പൊക്കോളാം. എടി, നിന്റെ വാക്ക് ഞാൻ കുറെ കേട്ടിട്ടുള്ളത് തന്നെ. നീ ആദ്യമായിട്ടൊന്നും അല്ല ഈ വൈജയന്തിനെ പറഞ്ഞു പറ്റിക്കുന്നത്. ഞാൻ ഇതൊക്കെ കുറെ കേട്ടിരിക്കുന്നു. ഒന്നല്ല, ഒരു ഡസൻ പ്രാവശ്യം നീ എന്നോട് ഈ വാക്ക് തന്നതാ. അങ്ങനെ അവരെല്ലാവരും മാറി പറഞ്ഞിട്ടും വൈജയന്തിയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. വൈജയന്തി ആ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ. അവസാനം വൈജയന്തിയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞാണ് അവരെ വിടുന്നത്. അതായത് ഒന്നുകിൽ വൈജയന്തി അല്ലെങ്കിൽ അലീന, ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണമെന്നും പറഞ്ഞു വിടുകയാണ്. അപ്പം ആകെ കൺഫ്യൂഷൻ ആവുകയാണ് നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ ബബിതയും കൃഷ്ണമോളും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. പക്ഷെ വൈജയന്തിയുടെ വായിൽ നിന്നും വരുന്ന ചില വാക്കുകൾ, അതായത് എവിടെയോ തെരുവില് വഴിപിഴച്ചുണ്ടായ ഒരുത്തിക്കുണ്ടായവളല്ലേടി നീ എന്നൊക്കെ പറഞ്ഞ് അലീനെ എത്രത്തോളം മാനസികമായിട്ട് വേദനിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് വൈജയന്തി സംസാരിച്ചത്. അവർക്ക് കൃഷ്ണമോക്ക് പോലും മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ പ്രസവിച്ച വഴിപിഴച്ച് പ്രസവിച്ച കുഞ്ഞ ഈ നിൽക്കുന്ന അലീന എന്ന്. പക്ഷെ കൃഷ്ണമോൾ അത് പറഞ്ഞില്ല. എന്നുവെച്ചാൽ പറയാനുള്ള വോയിസ് ഇപ്പം കൃഷ്ണമോക്ക് ഇല്ല, അതുകൊണ്ട് മാത്രം. പക്ഷെ അലീന പറഞ്ഞു, മേഡം പറയുന്ന വാക്കുകള് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. വാവിട്ട വാക്കും കൈവിട്ട ആയുധം, അത് മേഡം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ അലീന സങ്കടപ്പെട്ടാണ് കേട്ടോ പറയണത്. പക്ഷെ അതിനൊന്നും വൈജയന്തിക്ക് ഒരു സങ്കടമൊന്നും തോന്നല്ല. കാരണം വൈജയന്തി പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു മാറ്റവും വരുന്നില്ല, ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇനി എന്തായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓരോ ഓപ്ഷൻ കൂടെ വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ നിന്ന് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറും. അപ്പൊ കമലേട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, കാരണം ഇഷ്ടപ്പെടൂല, ഇവിടെ സ്ഥിരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ വീട് വാടകയ്ക്ക് എടുക്കും, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അമ്മ ഒരിടത്തും അച്ഛൻ ഒരിടത്തും അല്ല. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒരിടത്ത് നിന്ന് ഞങ്ങൾക്ക് ജീവിക്കണം. അതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അവര് 3 പേരും കൂടെ പറയണം. പക്ഷെ വൈജയന്തി എടുക്കില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനം എടുക്കുകയാണ്. ഞാൻ എന്തായാലും നെടുമ്പുരയ്ക്കൽ പോണൂന്ന് അലീന പറഞ്ഞു. അപ്പൊ തന്നെ അവര് 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. കമലാന്റിയുടെ ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യം എന്തായാലും ഞങ്ങൾക്കില്ല അലീന ചേച്ചി, നമുക്ക് എന്തായാലും പോകാമെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവര് നേരെ പോവാണ് കേട്ടോ നെടുമ്പുരയ്ക്കൽ വീട്ടില്. അവിടെ ചെന്നപ്പോ നമ്മുടെ ബാലചന്ദ്രനുണ്ട്. ആഹാ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. അല്ല, ഒരാളെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണല്ലോ എന്റെ മക്കളൊക്കെ പോയത്, എന്തേ ആള് വന്നില്ലേ എന്ന് ബാലചന്ദ്രൻ ഒരു പുച്ഛത്തോടെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്ക് അലീന പറഞ്ഞു, അതെ, പോയ കാര്യമൊന്നും നടന്നില്ല അച്ഛ, എന്തായാലും മേഡം വിളിച്ചിട്ട് വന്നില്ല. ഹോ, സമാധാനം, ബാലേന്ദ്രൻ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, അച്ഛാ ഈ സമാധാനം അധിക നാള് നിൽക്കില്ല എന്നുള്ള ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു മുഖത്തോടു കൂടി അലീന അകത്ത് കയറി പോവാണ്. അപ്പൊ ബാലചന്ദ്രൻ പെട്ടെന്ന് ഒരു ഇമോഷണൽ ആവാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും അലീന അങ്ങനെ പറഞ്ഞത്? കാരണം ബാലചന്ദ്രനും ഒന്നിലും അടുക്കുന്നില്ല. കാരണം അലീന ഇവിടെ നിന്ന് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അലീന അവരുടെ അടുത്ത് 3 പേരുടെ അടുത്തും പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം, എന്തെങ്കിലും ഒരു വീട്ടുജോലി എനിക്ക് എവിടെയായാലും കിട്ടും, മനുവേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രോഹിത്തിനൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവാന്നുള്ളത് അവർക്ക് 3 പേർക്കും, ബബിതയ്ക്കാണെങ്കിലും കൃഷ്ണമോക്ക് നമ്പർ 1 എന്ന് വെച്ചാൽ അലീന ചേച്ചി ഇല്ലാണ്ട് ഒരു ജീവിതം പറ്റില്ല. അപ്പൊ അത് മാത്രമല്ല, കൃഷ്ണമോക്ക് അറിയാലോ തന്റെ അമ്മയുടെ മകളാണ് അലീന ചേച്ചി, തന്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ളത്. പക്ഷെ മറ്റവർക്ക് 2 പേർക്കും അത്ര പോലും അറിയില്ലെങ്കിലും അവർക്ക് അലീന എന്ന് വെച്ചാൽ ജീവനായിട്ടാണ് അവര് നിൽക്കുന്നത്.
അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് തീരുമാനിച്ചെടുക്കണം, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ബാലചന്ദ്രന്റെ മനസ്സിന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം വേണ്ടേ. അലീനനെ ബാലചന്ദ്രൻ വിടില്ല. കാരണം അലീന പോവുകയാണെങ്കിൽ, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് അലീന പോവുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എല്ലാ സത്യങ്ങളും വൈജയന്തിയുടെ അടുത്ത് അപ്പോ തന്നെ പറയും എന്നുള്ള കാര്യം ബാലചന്ദ്രൻ കാണിച്ച് നിൽക്കണം. കാരണം വെച്ചാൽ ബാലേന്ദ്രന് 10-22 വർഷത്തോളം തന്റെ ഭാര്യയുടെ കാൽ കീഴില് കഴിഞ്ഞു. ഇനി അവളുടെ മുന്നിൽ തോറ്റെടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഒരാണല്ലേ, എനിക്കും വല്ല ജയിക്കണ്ടേ, എന്റെ മനസാക്ഷിയുടെ മുന്നിലെങ്കിലും എനിക്ക് ജയിക്കണ്ടേ എന്നൊക്കെയുള്ള തീരുമാനമാണ് ബാലചന്ദ്രന്റേത്. അങ്ങനെ അലീന വന്നു, അടുക്കളയിലൊക്കെ കയറി അവർ ആവശ്യം ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും എല്ലാവരും ചെല്ലണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് പണികളൊക്കെ കഴിഞ്ഞു. അലീന പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമ്മുടെ രോഹിത് അലീനയുടെ റൂമിലോട്ട് വരെയാണ്. വന്നിട്ട് പറയും, അലീന ചേച്ചിയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്താ രോഹി പറഞ്ഞു എന്ന് പറയാം. അതായത് വേറൊന്നുമല്ല, അലീന ചേച്ചി എന്റെ കോളേജിൽ വന്നില്ലേ, വന്ന സമയത്ത് ഫാദറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ അച്ഛനെ അറിയാം, എന്റെ അമ്മയെ അറിയാന്ന്. ശരിക്കും അവരെ തേടി അലീന ചേച്ചി എന്തുകൊണ്ടാ പോവാത്തത് എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനോടെയാണ് നമ്മുടെ രോഹിത് അലീനയുടെ അടുത്തത് ചോദിക്കുന്നത്. പക്ഷെ ആ രോഹിത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം അലീന ഒന്ന് പതറി. പക്ഷെ എങ്കിലും അലീന രോഹിത്തിനോട് പറഞ്ഞു, അതെ, ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ എന്റെ അച്ഛൻ എന്റെ യഥാർത്ഥ അച്ഛനല്ല എന്ന സത്യം ശരിയാണെന്ന് തന്നെ രോഹിത്തിന്റെ അടുത്ത് പറയണ്. അപ്പം അച്ഛൻ പറയുന്നത് അച്ഛന്റെ മകളാണ് അലീന ചേച്ചി എന്നാണല്ലോ. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അലീന ചേച്ചി. ശരിക്കും എന്താണ് സത്യം? അലീന ചേച്ചിയുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്ന് പറയും. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ആരാണെന്നോ ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കറിയില്ല. എന്റെ അറിവില് ഞാൻ അച്ഛനായിട്ട് സ്നേഹിക്കുകയും ഒരു മകളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് കിട്ടിയത് എന്റെ ഈ അച്ഛനിൽ നിന്നാണ്, ബാലചന്ദ്രൻ എന്ന് പറയുന്ന എന്റെ ഈ അച്ഛനിൽ നിന്ന്. പിന്നെ നീ ചോദിക്കുന്ന ഒരു സംശയം, നിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംശയം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതായത് നിന്റെ സ്വന്തം ചേച്ചി തന്നെയാണോ എന്നുള്ളത്. അത് എനിക്ക് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ നിന്റെ സ്വന്തം ചോര തന്നെയാണ്. അപ്പം രോഹിത് ഇങ്ങനെ അന്തം വിടണം. അപ്പൊ അച്ഛന്റെ മകളല്ല, അപ്പൊ പിന്നെ അമ്മ പ്രസവിച്ചതാണോ? അപ്പൊ അലീന ആ സത്യം, രോഹിത്തിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ആ ഒരു സത്യം അലീനയുടെ വായിൽ നിന്ന് രോഹിത് അറിയണ്. അതായത് വൈജയന്തി പ്രസവിച്ച മകളാണ്. വൈജയന്തി മുഖത്ത് നോക്കി ആട്ടി പറഞ്ഞല്ലോ, എവിടെയോ വഴി പിഴച്ച് ഉണ്ടായ ഒരുത്തിക്കുണ്ടായവളല്ലേടി നീ എന്ന് പറഞ്ഞ ആ വൈജയന്തിക്കുണ്ടായ മകളാണ് അലീന, തന്റെ സ്വന്തം ചോര എന്ന സത്യം അലീന നമ്മുടെ രോഹിത്തിനോട് പറയണ്. രോഹിത് വല്ലാണ്ടങ്ങ് ആയിപ്പോണ്. കാരണം വെച്ചാൽ ഒരിക്കലും അത് രോഹിത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. രോഹിത് അറിഞ്ഞത് അച്ഛന് ഏതോ ഒരു അവിഹിത ബന്ധത്തില് കല്യാണത്തിന് മുന്നേ ഉണ്ടായ ഒരു റിലേഷനിലുണ്ടായ കുട്ടിയാണ് അലീന എന്നുള്ളതാണ് നമ്മുടെ രോഹിത് അറിഞ്ഞ ഒരു വിവരം. പക്ഷെ ഇത് രോഹിത്തിനെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കല്ല, ഇത്രയും വീറും വാശിയും കാണിച്ചുകൊണ്ട് നിന്ന തന്റെ അമ്മയുടെ അങ്ങനത്തെ ഒരു ജീവിത കഥ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. രോഹിത്തിന് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. അങ്ങനെ വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം അലീന രോഹിത്തിനോട് പറയാണ്. ഇതിനു മുന്നും പല പ്രാവശ്യം പറയണോന്ന് അലീന വിചാരിച്ചായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോ പറയാം എന്ന രീതിയിലായിരുന്നു അലീന ഇരുന്നത്. എന്തായാലും രോഹിത് അറിഞ്ഞ ഈ സത്യം നമ്മുടെ കൃഷ്ണമോക്കറിയാം, ബാലചന്ദ്രൻ അറിയാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനുവേട്ടനും അറിയാം എന്നുള്ള കാര്യവും കൂടെ അലീന പറയണം. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നാളെ രാവിലെ നമ്മുടെ ഫുൾ വിശേഷത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ ഒരു പ്രൊമോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.